ഞാൻ എൻ്റെ അടുത്തേക്കൊന്നും പറഞ്ഞു വരാൻ പാടില്ലേ. ഞാൻ ഈ പാന 2 ദിവസം നിർത്തുമെന്നല്ലാരും ചോദിച്ചു. ഞാൻ പോയിക്കോളാം. ഹലോ. ഞാൻ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ. 2 ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ കടായി, ഒരു 6 മണിയാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തിക്കണേ. അതെ അതെ അതെ. ഓക്കെ. വാടാ ഇരിക്കി. എന്താ വർത്താനം? അങ്ങനെ പോണു. നീ ഒരു 10-25 കോൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ കൊറേ വിളിച്ച് എടുക്കണ്ടേ? പറയ്. എന്നിട്ട് എന്താ ഉപ്പാക്കൊക്കെ സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്ട്. ഞാൻ ഇപ്പാന്റെ ഒരു കാര്യം പറയാനപ്പ എന്റെ അടുത്തേക്ക് വന്നേ. എന്താ പറയ്. എന്താ അങ്ങനെ പോണ്. ഇപ്പൊ പണിയൊക്കെ പറ്റ കമ്മി, അല്ലേ തന്നെ കുറവാ. അപ്പൊ നോൽമ്പൊക്കെ അല്ലേ. കയ്യിലാണെ 10 പൈസ അല്ല. ഇപ്പാക്കാണ് ഈ പ്രഷറും ഷുഗറൊക്കെ കൂടിങ്ങാണ്ട് ആകെ ബുദ്ധിമുട്ടാണ്. ഇപ്പാക്കന്നെ ഒരാഴ്ചക്ക് 2000 റുപ്യൊക്കെ വേണം. പിന്നെ ഓള് ഗർഭിണിയല്ലേ, അപ്പൊ ഓളി കൊണ്ടിറക്കണം. അങ്ങനെയൊക്കെ പാടൊരു ബുദ്ധിമുട്ടിലാണ്. എന്താ ആശിപ്പേ, ഇതൊരാണല്ലേ? ഈ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പൈസ ചോദിച്ചാൽ ഞാൻ തരുന്നതല്ലേ? ഒന്നുമില്ല, നാളികയും കേട്ട എന്താ വിചാരിക്കുക? അതാ ഞാൻ പൈസക്ക് വേണ്ടി വന്നല്ല. പിന്നെ ഞാനേ എന്തായാലും ഓളെ പ്രസവമൊക്കെ ആയില്ലേ. ഇനിയപ്പോ അതിന്റെ അടിയിൽ കൂടെ പയം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പാക്ക് ഇടങ്ങാറാവും. അതാണ് എനിക്ക് ഈറ്റങ്ങളെ 2 പാടെ എങ്ങനെയാ നോക്കുക. അപ്പം ഓളെ പ്രസവം കഴിയണ വരെ ഒന്ന് ഇപ്പാനോടെ കൊണ്ടുവന്ന് നിർത്തും. എന്താ ആഷിപ്പ എന്റെ കഥ? ഇപ്പാൻ എന്റെ അടുത്ത് കൊണ്ടുവരേ, ഞാൻ നോക്കുകയെ. അതൊക്കെ ആമക്കളെ കടമയാണ്. ഞാൻ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി നടക്കുമ്പോ ഉപ്പാനെ നോക്കി എവിടെ സമയം? ഇതെന്താ ഈ പറയണത്? എന്താ താത്ത, നമ്മളൊക്കെയല്ലേ. ഇപ്പൊ നമ്മളതൊക്കെ തന്നെയാണ്. അത് വെച്ചിട്ട് അല്ല ആഷിപ്പേ, അനക്കിപ്പോ ഒരു കുട്ടിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു കുട്ടി കൊണ്ട് കളഞ്ഞൂടക്ക്. ഇതൊക്കെയാണ് തെറ്റ്. ഞാൻ എൻ്റെ അടുത്തേക്കൊന്നും പറഞ്ഞു വരാൻ പാടില്ലേ. ഞാൻ ഇപ്പാനെ നമ്മളെപ്പാനോ 2 ദിവസം അതിന്റെ അടുത്ത് നിർത്തുമെന്നല്ലേ ചോദിച്ചേ. ഞാൻ പോയിക്കോളാം. ഞാൻ പറഞ്ഞു തരൂല. എടീ, എന്തായി നമ്മുടെ ബർത്ത്ഡേ പരിപാടി? പിന്നെ നമ്മുടെ സ്റ്റാറ്റസിനൊത്തിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അല്ല, ഞാനൊരു 10,000 രൂപയുടെ ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറ്റും നമ്മൾ ചെറുതാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് നമുക്കൊരു നേരം വരില്ലേ, അതിനനുസരിച്ച് കൊടുക്കണ്ടേ? ഓക്കേടാ. ശരി. എന്താ നേരത്തെ വന്നു? ഇന്ന് കുറച്ച് നേരത്തെ വന്നു. എന്തോ കാര്യമായിട്ട് ചർച്ചയിലാണല്ലോ. എന്റെ ഫ്രണ്ട് ജസീലല്ലേ, അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സുകളൊക്കെ പാടെ ഒരു ചർച്ചയിൽ എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നുള്ളത്. ഞാൻ മോശമാക്കാൻ പാടില്ലല്ലോ. എന്റെ ഒരു സ്റ്റാറ്റസിനൊത്തിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പിന്നെ നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ. അല്ല, ഇക്കെന്താ നേരം വൈകി? ഞാൻ ആഷിഫിനൊന്ന് കണ്ടു. അവൻ അവിടെ വന്നോ പായാരം പറയാന്? വന്നല്ലേടി, ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി. എന്തൊക്കാ, ഒരു മര്യാദക്ക് ഒരു ഫാന് പോലും ഇല്ലാത്ത വീട്ടിലാണോ ഇക്ക പോണത്? ആ ഫാനും കൂടി ഇല്ലാത്ത വീട്ടിലല്ലേ ഈ ഒരു 10-20 വർഷം ജീവിച്ചത്? അത് നീ മറന്നോ? എടി, എല്ലാം ഉണ്ടായിട്ടും ലാസ്റ്റ് ഒന്നുമില്ലാതാകുന്ന കുറെ ആളുകളുണ്ട്. എന്താ കാരണം തരോ? എന്നെ പോലെ പൊങ്ങച്ചം പറഞ്ഞ് നടന്നിട്ടാ. എനിക്കൊക്കെ ഒരാഡംബരം ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും. കാരണം എന്താരോ, എന്റെ വാപ്പിയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ബാപ്പയും ഉമ്മയും മോശമായിട്ടാ പഠിപ്പിച്ച ഞങ്ങൾ പറയുന്നത്? പിന്നല്ലാതെ 100 അല്ല 200%. എടി, ആ നല്ല മനുഷ്യനൊക്കെ ഇങ്ങനത്തെ ഒരു മോളുണ്ടായല്ലോ എന്ന് ഞാൻ ആലോചിക്കും. ആ 3 സെന്റ് എന്ന് പറഞ്ഞാലടി, അതിന്റെ ബുദ്ധി നീ കാണിക്കാതിരിക്കോ? എടി, ഈ നല്ലോണാണെങ്കിൽ എന്റെ ആങ്ങളോട് അങ്ങനെ കാണിക്കോ? ആ പാവം എത്രങ്ങാനും വേദനിച്ചു എനിക്കറിയാം. ഈ അവന്റെ കുട്ടിനെ കൊണ്ടേ കളയാൻ വരെ പറഞ്ഞില്ലടി. അപ്പൊ എല്ലാം അവൻ വന്ന് വിളമ്പി. ഓന്റെ ഉദ്ദേശം നമ്മളെ തമ്മിൽ തെറ്റിക്കുക, അതാണ് അവന്റെ ഉദ്ദേശം. നല്ല രീതിയിൽ പോണ അവന് പിടിക്കുന്നില്ല. എന്തല്ലേ ഇപ്പൊ തന്നെ എന്റെ വർത്താനങ്ങളെ എന്തൊരു അഹങ്കാരടി നമുക്ക്. ഓൻ പറഞ്ഞൊന്നുമല്ല എന്നോട്. നീ ഒന്ന് ഓഫീസിൽ ഓനോട് പറഞ്ഞത് മുഴുവൻ ഞാൻ CC ക്യാമറയിൽ കണ്ടതാ. അങ്ങനെയൊക്കെ ഓൻ എന്നോട് സങ്കടം പറഞ്ഞിട്ട് എനിക്കൊരു മനസാക്ഷി ഇല്ലാതായല്ലോടി. എനിക്ക് മനസാക്ഷി ഇല്ലാഞ്ഞിട്ടല്ല, അവരൊക്കെ നിക്കണ്ടോടത്ത് നിക്കണം.
അല്ലാണ്ട് ബാപ്പാനെ കൊണ്ടൊന്ന് പെമ്മക്കളെ അടുത്ത് ആക്കലല്ല, വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാന്. ആരടി മനുഷ്യന്മാര്? ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ എനിക്ക് എപ്പോഴാ ഉണ്ടായേ? ഓൻ എന്നോട് എന്തടി വന്ന് പറഞ്ഞത്? വാപ്പാനെ കാലാകാലം നോക്കാനല്ല, പെരുന്നാൾ കഴിഞ്ഞവരെ കുറച്ചു ദിവസം ഒന്ന് നിർത്താൻ. അത് ഓന്റെ അവസ്ഥ മോശമായതുകൊണ്ട്. ഞാനിപ്പോ ആലോചിക്ക, എന്റെ വാപ്പിയുമ്പൊക്കെ കല്യാണത്തിന് മുമ്പ് മരിച്ചുപോയത് നന്നായി, ഇല്ലെങ്കിൽ എന്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് അല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അല്ല, ഞാനിപ്പോ എന്ത് ചെയ്യണം ഇക്ക പറയുന്നത്? എടി, മൂത്ത പെങ്ങള് എന്ന് പറഞ്ഞാല് കൂടെപ്പറപ്പിങ്ങൾക്ക് സ്വന്തം ഉമ്മാന്റെ മാര്യ. ഓർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടിച്ചെന്ന് സഹായിക്കേണ്ട ആളല്ലേ ഈ. അതിന്റെ മുതലും അല്ല നമുക്കിന്ന് തന്നില്ല. ഓൻ എന്നോട് ഓന്റെ കഷ്ടമെന്ന് പറഞ്ഞപ്പോ നായ്ക്കളോട് പെരുമാറുന്ന മാതിരിയല്ലടി ഈ പെരുമാറിയത്. അത്രക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഓൻ എന്നോട് എന്ത് വന്നിട്ടാ ചോദിച്ചത്? വാപ്പാനെ കുറച്ച് ദിവസം നോക്കുമെന്ന്. ഈ വാപ്പ എന്ന് പറഞ്ഞ ആരാ? അന്റെയും കൂടി വാപ്പല്ലടി, എന്റെ സ്വന്തം വാപ്പല്ല അത്. ഇത്ര മനുഷ്യത്തല്ലതായി പോയ. ഈ കാലകാലങ്ങളായിട്ട് നാട്ടിൻപുറത്തൊരു വർത്താനുണ്ട്, വാപ്പാരിമാര് നോക്കാൻ ആ മക്കളാണെന്ന്. അതൊക്കെ വെറുതെ അടി. ഈ മരണം കാത്ത് കിടക്കണ പോലെ ഈ മക്കൾ കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അതിന്റെ സന്തോഷമൊന്നും അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മ അല്ലാത്ത സ്ഥിതിക്ക് ഉപ്പാനെ നോക്കാൻ ഏറ്റവും ഉചിതയാണ്. പക്ഷെ എന്നിട്ടും അത് ഇതുവരെ ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും മാതാപിതാക്കൾക്കൊക്കെ രണ്ടാളും ഒരേപോലെ തന്നെയാണ്. ചിലയിടത്തൊക്കെ സ്വത്ത് ഒരുക്കുമ്പോൾ തുല്യത വേണമെന്നുള്ള മക്കൾ വാശി പിടിക്കുന്നുണ്ട്. അതേ മക്കള് മാതാപിതാക്കളെ നോക്കുന്നതിനും കാണിച്ചില്ലെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇക്ക, എനിക്ക് തെറ്റി പറ്റിപ്പോയി. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി പാനെ കൂട്ടിട്ട് വരും. കൂടെ പിറപ്പുങ്ങളെ കൂട്ടിപ്പിടിക്കാൻ ഞാൻ മറന്നുപോയി. സാറില്ല, ഇപ്പോഴും വൈകിട്ടില്ല. ഞമ്മക്ക് ഓരല്ലാതെ വേറെ ആരടി ഉള്ളത്? എന്റെ വാപ്പയമ്മയോ ചെറുപ്പത്തിൽ മരിച്ചുപോയി, എൻ്റെ ഉമ്മയും മരിച്ചു. എനിക്കിനി വാപ്പാന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ലേ ഉള്ളൂ. ആ അളിയാ, ഉപ്പാനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വാട്ടോ. ആ ഒന്നും പറയണ്ട, ഈ ഉപ്പാനെ കൂട്ടിയിട്ട് പെട്ടെന്ന് വാ. ആ ശരി. ഇത്താനോടൊന്നും തോന്നരുത് കേട്ടോ, ഇത്താന്റെ അറിവില്ലായ്മേനെ കൊണ്ട് പറഞ്ഞതാടാ. അതൊന്നും സാരല്ല. അല്ല, എവിടെ നാത്തൂനെ? എവിടെ? അവിടെ കൊണ്ടുപോവാ. പ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെ ആഘോഷിക്കാം. പിന്നെ അത് മാത്രല്ല, അവളെ പ്രസവം കൂടി കഴിഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുള്ളൂ. അതാണ് പറഞ്ഞിട്ടില്ലേ, ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കണം. ആയിക്കോട്ടെ, വാ.